80s 70s 90s ഇവരെല്ലാവരും ഇപ്പോൾ കുറ്റം പറയുന്ന ഒരു ജനറേഷനാണല്ലോ 2K. ഇപ്പോൾ ഈ കാണുന്ന ഇഷ്യൂസ് മുഴുവനും, അതായത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചാനലിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പിള്ളേർ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നത്, മടി ഉണ്ടാക്കുന്നത്, തല്ലുണ്ടാക്കുന്നത് മുഴുവനും. അപ്പോൾ ഇവരെല്ലാവരും ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള ലെവലാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ 90s 80s ഉള്ള വർഷങ്ങൾ ജനിച്ച ആൾക്കാർ മൊത്തം പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാക്കിയ, തല്ലുണ്ടാക്കിയ എന്തുപയോഗിച്ചിട്ടാണ്? മദ്യം ഉപയോഗിച്ചിട്ടാണല്ലോ. ഏറ്റവും കൂടുതൽ വീടുകളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതും ഒരുപാട് സ്ത്രീകൾ വളരെ മോശമായിട്ട് പോയതും എന്തുപയോഗിച്ചിട്ട് ആളുകൾ. ഞാൻ പറയുന്ന ഒരു 15 വർഷത്തെ മുന്നത്തെ കഥകൾ മാത്രം പറഞ്ഞാൽ മതി, അതിനുശേഷം പറയണ്ട. മദ്യം ഉപയോഗിച്ചിട്ടാണല്ലോ. ആളുകൾ റോഡിൽ തുണിയില്ലാതെ, തലയിൽ തുണിയും കെട്ടി തുണിയില്ലാതെ കിടന്ന് ഓടുകയും കളിക്കുകയും ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? മദ്യം ഉപയോഗിച്ചിട്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? മദ്യം ഉപയോഗിച്ചിട്ട്. ഇനി കോളേജുകളിലും മറ്റ് സ്കൂളുകളിലും 15 വർഷത്തിന് മുന്നത്തായിട്ട് പറയുന്നത് സ്കൂളുകളിലും ഈ പിള്ളേർ അടിയും ഇടിയും കൊലപാതകവും എല്ലാം ഇഷ്യൂ. എത്ര കൊലപാതകങ്ങളാണെന്ന് ക്യാമ്പസുകളാണ് ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ ക്യാമ്പസുകളിലും ഒരുപാട് കുട്ടികൾ കത്തിക്ക് കുത്തിയും ബോംബ് എറിഞ്ഞ് ഒരുപാട് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾ എന്ത് ഉപയോഗിച്ചിട്ടാണ്? മദ്യം ഉപയോഗിച്ചിട്ട്. ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത് മദ്യത്തിനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് എന്താ ലോജിക്ക്? രണ്ടും ലഹരിയാണ്, രണ്ടും ഡേഞ്ചറാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിമിനൽ സ്വഭാവം വരുന്നതും സംശയരോഗം ഉണ്ടാകുന്നതും എല്ലാം മദ്യം കഴിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ മദ്യം കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്ന മദ്യം കഴിച്ചാൽ ഓക്കെ, മറ്റുള്ള പിള്ളേരെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആവുമ്പോൾ ഡ്രഗ്സ് ആണ്, മറ്റേ സിന്തറ്റിക് അങ്ങനെയല്ല പറയേണ്ടത്. ഇതെല്ലാം ലഹരിയാണ്. മദ്യവും ലഹരിയാണ്, ഈ പറഞ്ഞ സിന്തറ്റിക്കും ലഹരിയാണ്. അതെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ കണ്ട കാലഘട്ടങ്ങളിൽ മുഴുവനും ഒരുപാട് ഇഷ്യൂ നടന്നിരുന്നല്ലോ. അനുവിന് അറിയായിരിക്കുമല്ലോ എത്രമാത്രം ഇഷ്യൂ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ഈ 2K പിള്ളേരാണ് മൊത്തം ചെയ്തത്. ഈ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന 2K അല്ലെങ്കിൽ തന്തവൈബ് മാറ്റർ എന്ന് പറയുന്നത് ബേസിക് അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മെച്യൂരിറ്റിയുടെ കാര്യമാണ്. അതായത് 2 പെഗ് അടിക്കുന്ന എനിക്ക് 2 പെഗിൽ നിർത്താം. പക്ഷേ ഒരു സിന്തറ്റിക് ഉപയോഗിക്കുന്ന ആൾക്ക് ഒന്ന് മതി എന്ന് അയാൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ അയാൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവും, ഔട്ട് ഓഫ് മൈൻഡ് ആവും. പിന്നെ ഇത് യൂസേജ് കൂടുകയാണ്. ഇത് ഇമ്പാക്ട് ചെയ്ത് 2 പെഗ് അടിക്കുന്നവർക്ക് നിർത്താം. 2 പെഗ് അടിക്കുന്നവർക്ക് ഞാൻ ഇപ്പം ജനറലൈസ് ചെയ്തില്ല ഞാൻ പറഞ്ഞേക്ക്. അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചാൽ, കാരണം 2 പെഗ് അടിക്കുന്ന ഒരാൾക്ക് സ്മെല്ല് വരും. കൂടിക്കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണെന്ന് ഇയാൾക്കറിയാം. കാരണം പിടിക്കപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞത് കേക്ക്. പക്ഷെ മറ്റേ സ്റ്റേറ്റിൽ അറിയത്തില്ല, ആർക്കും അറിയാൻ പറ്റത്തില്ല ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 2ഉം ഡേഞ്ചറാണ്, 2ഉം ചെയ്യാൻ പാടില്ലാത്ത. ഞാൻ പറഞ്ഞു ഈ പറയുന്നത് 2 ഡേഞ്ചറാണ്. പക്ഷെ ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡ്രിങ്കിങ് ആണോ നല്ലത് അല്ല ഇതാണോ നല്ലത് അല്ല നമ്മൾ പറയുന്നത്. 2ഉം ആപത്താണ്. അത് രണ്ട് സമയത്ത് നടന്നതേ ഉള്ളൂ. ഇപ്പോൾ കിട്ടുന്നത് ഇതാണ്, പണ്ട് കിട്ടിക്കൊണ്ടത് അതാണ്. പിന്നെ അതിനെ പറഞ്ഞേ ആ സമയത്തും ഉണ്ട്, ഈ സമയത്തും ഉണ്ട്. ഇപ്പൊ കിട്ടുന്നത് എന്തുണ്ട്? ലഹരി, വയലൻസ് ഉണ്ട്. കഴിഞ്ഞു. ഇപ്പോ എത്ര വീടുകളെന്ന് പറയാമോ ഇവന്മാരും മദ്യവും കഴിച്ച് വന്ന് അടിച്ച് പൊളിച്ച് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാത്ത തെറിയും തേപ്പും പറഞ്ഞ് അവിഹിതവും പറഞ്ഞ് കുറ്റവും ചാരി എന്ത് പറയാ, സെക്ഷൽ ലൈഫ് പോലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത എത്ര വീട്ടിലെ സ്ത്രീകളായിരിക്കണം അറിയാമോ? ഈ പുരുഷന്മാരെ മൊത്തം എന്ത് ഉപയോഗിച്ചിട്ടാ? അപ്പോ ഞാൻ പറയട്ടെ, സൊസൈറ്റിയില് നോർമൽ നമ്മുടെ സൊസൈറ്റിയില് കേരള ഗവൺമെന്റിന് കിട്ടുന്ന ഒരു ഫണ്ടാണ് മദ്യത്തിന്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫണ്ട്. അതുകൊണ്ട് മദ്യത്തിന് കുറ്റം പറയാൻ ഇവിടെ ആരും തയ്യാറില്ല. കാരണം മദ്യം ഇപ്പൊ ഞാൻ കഴിക്കട്ടെ, ഈ കൊച്ചു കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അച്ഛന്മാരും തന്തമാരും അമ്മമാരാണ് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത്, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ മദ്യം കഴിച്ചിട്ടുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താ? അപ്പൊ കുട്ടികൾ ആദ്യം മദ്യം ഈ ലഹരി നുണയുന്ന സ്വന്തം വീട്ടിൽ നിന്നാ. വൈൻ ഇട്ടിട്ടാണെങ്കിൽ ഈ ബിയർ കുടിച്ചിട്ടാണെങ്കിലും മദ്യം കഴിച്ചില്ല. ഇവർക്ക് ഇത് വീട്ടിൽ നിന്ന് കിട്ടും, ഇവർ പുറത്ത് പോയിട്ട് സാധനം കഴിക്കും. അപ്പോൾ ഇത് നല്ലതാണെന്നൊന്നും പറയരുത്, മനസ്സിലായോ? ഭീകര ഇഷ്യൂ ഉണ്ട്. ഞാൻ പറയുന്ന സിന്തറ്റിക് പോലുള്ള സാധനങ്ങൾക്ക് അപകടം ഭയങ്കര കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കേണ്ട അത്ര അളവിൽ ഇത് ഉപയോഗിക്കേണ്ട. ഇത് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കിളി പോകും. പക്ഷേ മദ്യം ഉപയോഗിച്ച് വരുന്ന ആൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ ഭീകരമാണ്, വളകരാണ്, വേടാണ് ആക്ച്വലി. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റില്ല. മീൻസ് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവനെ കുറ്റം പറയാതിരിക്കുക. ആദ്യം നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ മദ്യം പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഈ കണ്ട 2K പിള്ളേരുടെ ആണെങ്കിലും മറ്റുള്ള പിള്ളേരുടെ നെഞ്ചത്ത് കയറാം. ഇതെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. കൂടത്തായി ജോലി എന്തുപയോഗിച്ചിട്ടാ? എത്ര സൈക്കോ കില്ലേഴ്സ് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെന്തുപയോഗിച്ചിട്ടാ? ഇനി ഗ്രീഷ്മ അവൾ എന്തുപയോഗിച്ചിട്ടാ?
ഇവരൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് എപ്പോഴും മനുഷ്യൻ ജനിച്ച കാലം തൊട്ട് ഈ കാലം വരെ വയലൻസും ഈ പറഞ്ഞ ക്രുവാലിറ്റി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിനെ സപ്പോർട്ട് എൻ്റെ വയലൻസിനെ എനിക്ക് ധൈര്യപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. എൻ്റെ വയലൻസ് എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അതിനെല്ലാം മദ്യം കഴിക്കുന്നത് അതിനെല്ലാം സന്തോഷത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ പോലും എൻ്റെ വയലൻസിനെ എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ ലഹരി എടുത്താൽ മതി. 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ? 2 പെഗ് അടിച്ച് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇത് എവിടെ നിന്ന് വരുന്നു ഈ ധൈര്യം? അപ്പോൾ ഇതേ സാധനം തന്നെയാണ് മറ്റുള്ള ഇവർ ചെയ്യുന്നത്. സിന്തറ്റിക് ആണെങ്കിലും മറ്റു ഡ്രഗ്സ് ആണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇത് ആദ്യം മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന മദ്യമാണ് ഇതിന് ഓക്കെ ആണോ എന്ന് പറഞ്ഞ വാക്ക്. പിന്നെ അതല്ല, ഈ വയലൻസ് എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും എല്ലാ കാലങ്ങളിലും ഉള്ള സാധനം തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യുക, ഈ വയലൻസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കള്ളായാലും ഡ്രഗ്സ് ആയാലും ചെയ്യുന്നത്. ട്രിഗറിങ് ആണ്. പിന്നെ കള്ളുകൂടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര പെഗ് അടിച്ചാലും നമുക്ക് വീട്ടിലേക്ക് വരണ ഒരു തോന്നൽ എല്ലാ ആണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര അടിച്ചാലും അനങ്ങാപ്പാറ പോലെ നിന്ന് വീട്ടിൽ വന്ന് ഒന്നും മിണ്ടാണ്ട് കിടന്നുറങ്ങണ ആണുങ്ങളും ഉണ്ട്. പക്ഷെ ഈ സാധനമല്ല ഈ പറഞ്ഞ പോലെ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് കൊടുക്കുന്നത്. ഈ ജൂബി പറഞ്ഞ പോലെ സിന്തറ്റിക് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധമില്ല, അല്ലേ? കള്ളു കുടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ബോധം ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കമ്പയർ ചെയ്യുന്ന എന്തിനാ? ഇത് ഉപയോഗിച്ചിട്ട് പ്രശ്നമുണ്ടെന്നാണ് ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചത്. ഇത് ഉപയോഗിച്ചിട്ട് ആൾക്കാർ തുണിയില്ലാതെ റോട്ടിൽ കിടക്കുന്നു, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആൾക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ പള്ളികളിലും ഉത്സവ പറമ്പുകളിലും മൊത്തം പിള്ളേർ പണ്ട് കാലങ്ങളിൽ മദ്യപിച്ച് അടിച്ച് പറ്റ ഉണ്ടാകുന്നു. കൊലപാതകങ്ങൾ, എത്ര കൊലപാതകങ്ങൾ നടന്നു, എത്ര പെൺകുട്ടികൾ വയലൻസിന്റെ ആഴം ഭയങ്കര വ്യത്യാസമുണ്ട്. കള്ളു കുടിച്ചിട്ട് ഒരു കൊലപാതകം ചെയ്യുന്ന ആള് ചിലപ്പോൾ ഒരു കത്തി എടുത്ത് കുത്തി കൊലപാതകം ചെയ്യുന്ന സ്ഥലത്ത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കൊല്ലുന്ന ആളെ എങ്ങനെയാ കൊല്ലുന്നത്? ചുറ്റിക്കെടുത്ത് പെട്ടെന്ന് ഒരു ആക്ഷൻ ഓഫ് സഡൻ ആക്ഷനിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കത്തിക്കുത്താണെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാൾ പതുക്കെ കുത്തിയാണ് അങ്ങനെയല്ല. പിന്നെ ഇതിന്റെ വ്യത്യാസം ഇത് നമ്മൾ ഈ പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന 70s 80s അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജനറേഷൻസ് വിട്. കൊലപാതകങ്ങൾ എല്ലാ സമയത്തും ഉണ്ട്, എല്ലാ സമയത്തും ഡ്രഗുകളുണ്ട്. ആ ഡ്രഗുകളുടെ പേരുകൾ മാറ്റം മാത്രമേ ഉള്ളൂ. മദ്യമായിരിക്കും, സിഗരറ്റ് ആയിരിക്കും, കഞ്ചാവായിരിക്കും, പിന്നെ വരുന്ന സാധനങ്ങളായിരിക്കും. ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനകത്ത് വരുന്ന ലഹരി എന്ത് ട്രിഗർ ചെയ്യുന്നു അതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ റോജി പറഞ്ഞ പോലെ ഇതിൽ ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. മറ്റേ ഈ പറയുന്ന ആൾക്കാർ എന്താ പറയുന്നതാ, ഞാൻ 2 പെഗ് അടിച്ചാൽ എനിക്ക് വീട്ടിൽ വരാൻ അറിയാം, നീ 2 പെഗ് അടിക്കുകയാണെങ്കിൽ അടിച്ച് കൃത്യമായിട്ട് വീട്ടിൽ വരണം. ഇതാണ് തന്തവൈബിന്റെ കാര്യം. അങ്ങനെയല്ല, അങ്ങനെ പറയില്ലേ ജുബി? ഇതാണ് പറയുന്നത്. ഇത് വ്യത്യസ്തമായ ആളുകളാണ്. ഇപ്പൊ പുറത്ത് ഒരാൾക്ക് 2 പെഗ് അടിച്ചിട്ട് പോണെങ്കിൽ അങ്ങനെ ഈ ഡി അഡിക്ഷൻ സെന്റർ കിടക്കുന്നത് എന്താ അവർക്ക് എന്താ പറ്റാത്തത്? അല്ല, ഞാൻ പറഞ്ഞ ആ ഡി അഡിക്ഷൻ സെന്ററിൽ പുള്ളി കിടക്കുന്നില്ല. അതാണ് പറഞ്ഞത്. പുള്ളി 2 പെഗ് അടിച്ച് പുള്ളി നോർമലാ, വീട്ടിൽ മദ്യവിരുദ്ധ സമിതിയുള്ള സംസ്ഥാനമാണ്. അതേ സംസ്ഥാനത്താണ് ക്രിസ്മസിനും ഓണത്തിനും ന്യൂ ഇയറിനും ഏറ്റവും കൂടുതൽ മദ്യം വിട്ട ഏത് ജില്ലയാണെന്നുള്ള നടക്കുന്നത്. ഞാൻ പറയുന്ന എല്ലാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഈ പറയുന്ന സിന്തറ്റിക് സാധനം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്ത് ഡ്രഗ്സാ? എന്ത് ലഹരിയാ? മദ്യമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വളരെ ഡ്രഗ്സോട്ട് പോയത്. മൊത്തം കുട്ടികൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെന്താ തുടങ്ങുന്നതെന്ന് മനസ്സിലായി. ഞാൻ മറ്റേത് ന്യായീകരിക്കല്ല ചെയ്യുന്നത്. മറ്റേത് പ്രശ്നമാണ്. മറ്റേത് ബ്രെയിന് ഹാലുസിനേഷൻ കിട്ടും, വളകറാവും, ചിന്തകൾ പ്രശ്നവും, അമ്മയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് മറ്റേത്. ഇതിനും അതുണ്ട്, മദ്യത്തിനും ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. മദ്യം കഴിച്ചിട്ടാണ് ഫസ്റ്റ് എല്ലാവരും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നുകരുന്ന ലഹരിയാണ് മദ്യം. ആ ഞാൻ കഴിച്ചില്ലേ, ഞാൻ 6 പെഗ് കഴിക്കും, ഞാൻ 3-5 പെഗ് കഴിക്കും, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങുന്ന സാധനമാണ് ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ട് അവസാനിക്കുന്നത്. കാരണം ഈ മദ്യത്തിനൊക്കെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഇതിനൊക്കെ ഒരു ഡാർക്ക് സൈഡ് എന്ന രീതിയിലാണ് സിനിമകളിൽ അവതരിപ്പിക്കുക. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. മദ്യം കഴിക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഇപ്പൊ ആവേശം സിനിമയിലും പ്രേമം സിനിമയിലായാലും നിവിൻ പോളിയും ഗ്യാങ്ങും ഒക്കെ കറുത്ത മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ വന്നിരുന്ന് ബിയറടിക്കുന്ന സീൻ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് ആരും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, പക്ഷെ മദ്യം കഴിക്കുന്നതിന് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതെന്താണ്? നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മണി ഉണ്ടാക്കുന്നതിൽ നിന്നാണ്. ഒരു കാലത്ത് നമ്മുടെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ലീഗലൈസ് ചെയ്താൽ അതും ഗ്ലോറിഫൈ ചെയ്യപ്പെടും. ഈ പറയുന്ന നമ്മൾ ഒരു ലഹരിക്ക് പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ എടുക്കുന്നത് ആ ലഹരി ഉപയോഗിച്ചിട്ട് ആളുകളുണ്ടായ മാറ്റങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് മദ്യം. ഏറ്റവും കൂടുതൽ കുടുംബം തകർന്നു പോയതും ഡിവോഴ്സ് അടിച്ചത് മുഴുവൻ പ്രശ്നങ്ങൾ. എത്ര വീടുകളാണെന്ന് അറിയാമോ? പക്ഷെ പല വീടുകളും അവിടെ ഫാക്ടർ ഉണ്ട്. കാര്യം പറ്റേ, ഇപ്പൊ ഒരു കമ്പയർ ചെയ്യുക, 2025 + 2050 എന്ന് വിചാരിച്ചു. ആ സമയത്ത്
ഇതിനേക്കാൾ ഭീകര ഡ്രഗുകൾ എനിക്ക് ആ സമയത്ത് ഉണ്ടാകുക അറിയത്തില്ല. അപ്പോൾ നമ്മൾ അപ്പം പറയും പണ്ടായിരുന്നെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് മാത്രമേ ഉള്ളായിരുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പം പണ്ട് നമ്മൾ സിനിമകളിൽ ഹാഷ് ഓയിലിനെ പറ്റിയും കൊക്കൈനെ പറ്റിയും കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഈസിലി അവൈലബിൾ അല്ല. എന്നിട്ട് അവൈലബിൾ ആകുന്ന ഒത്തിരിയോ പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഈസിലി അവൈലബിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഡ്രഗ് ആണെങ്കിലും ഡേഞ്ചറസ് ആണ്. ഒരു ഒരു ലഹരി നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ല. പക്ഷേ ഇത് ചേഞ്ച് ആകുന്നതനുസരിച്ച് സാധനങ്ങൾ മാറുന്നതേ ഉള്ളൂ. പണ്ട് ഓൾഡ് മങ്ക് എത്ര പേര് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ പരിചയമൊന്നുമില്ല. ഓൾഡ് മങ്ക് എപ്പോഴാണ് ഹിറ്റായ ആ ഹിറ്റായ ശേഷമാണ് ഇവിടെ ഓൾഡ് മങ്കിനെ കുറിച്ച് സംസാരിക്കാനും വീഡിയോ വരാനും തുടങ്ങി. ആ സമയത്ത് അവൈലബിൾ അല്ല, ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അധ്യാപകരും സ്വന്തം അച്ഛനും അമ്മയും ബന്ധുക്കാരും മാമന്മാരും ചേട്ടന്മാരും എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ മദ്യം ഉപയോഗിക്കുന്നു, അതുകൊണ്ട് സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളാരും സിന്തറ്റിക് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ലഹരിയാണ്. ഈ പറഞ്ഞ സിന്തറ്റിക്കും ഇതെല്ലാം ലഹരിയാണെന്നുള്ള സാധനമൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതായത് കുറച്ച് ആളുകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഞാൻ പറയുന്നത്. ഈ എല്ലാ ലഹരി ഉപയോഗിക്കുന്ന 100 പേരിൽ 60 പേർക്കും പ്രശ്നമില്ല. അത് എന്തുപയോഗിച്ചാലും ഇല്ല, കാരണം അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ അറിയാം. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ജൂബി പറയുന്നത്. പക്ഷേ ആ ബാക്കി 60%-ൽ 40%-ൽ 20 പേര് വയലൻസ് ആയിരിക്കും. ബാക്കി 20 പേര് വയലൻസിലോട്ട് പോകും, തിരിച്ചു വരും. ബാക്കി 20 പേര് പ്രോപ്പർ വയലൻസിലോട്ട് പോകും. അത് എന്തുപയോഗിച്ചും കാര്യം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ക്യാൻസർ വന്നത് എന്തുപയോഗിച്ചിട്ടാണ് പറ? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വന്നത് എന്തുപയോഗിച്ചിട്ട്? ക്യാൻസർ എന്ത് ക്യാൻസറും സിഗരറ്റ് ഉപയോഗിച്ചിട്ടാ. എന്താണ് പറയാത്തത്?